ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൗസ് കുക്ക്ബുക്ക്. നമുക്കിന്ന് സാർഡീൻ ഫിഷ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം 4 ടേബിൾ സ്പൂൺ ഫിഷ് മസാല, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഇനി നമുക്കിതിനെ പേസ്റ്റ് രൂപത്തിലാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ പേസ്റ്റ് ആക്കുക. ഇനി വേണ്ടത് 2 ചെറുതായി അരിഞ്ഞ സവാള, 2 നീളത്തിൽ അരിഞ്ഞ പച്ചമുളക്, ടൊമാറ്റോ ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കടുകിടുക. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഇനി നന്നായി വഴറ്റി കൊടുക്കുക. സവാള നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഈ നീളത്തിലരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. നന്നായിട്ട് വഴറ്റുക. ഇനി നമുക്ക് നേരത്തെ പേസ്റ്റ് രൂപത്തിലാക്കിയ മിക്സ്ചർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി 2-3 കുടംപുളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഞാനിവിടെ 1/4 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർക്കുക. അതിന് മീതെ കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 6-7 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.